കൂട്ടുകാർക്കും അഫ്ളലുൽ ഉലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയറിൻ്റെ അറബിക് ഗ്രാമർ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് ജുംലത്തുൻ മുഫീദ. പൂർണ്ണമായ അർത്ഥമുള്ളൊരു വാക്യത്തിനാണ് എന്ത് പറയുക, ജുംലത്തു മുഫീദ എന്ന് പറയാം. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ് എന്നാണല്ലോ. പൂർണ്ണമായ അർത്ഥം കുറിക്കുന്ന വാക്യത്തിന് എന്ത് പറയുള്ളൂ, ജുംലത്തു മുഫീദ എന്ന് പറയുള്ളൂ. ഉദാഹരണം, മരത്തിന്മേൽ, മേശയുടെ മുകളിൽ. ഇതൊന്നും പൂർണ്ണവാക്യമല്ല, നേരെ മറിച്ച് മേശയുടെ മുകളിൽ പുസ്തകമുണ്ട്. അലത്വാവിലത്തി കിതാബുൻ, അതൊരു പൂർണ്ണവാക്യമാണ്. അപ്പോൾ പൂർണ്ണവാക്യത്തിനാണ് എന്ത് പറയുക, അൽ ജുംലത്തുൽ മുഫീദ എന്ന് പറയാം. അത്തർക്കീബുല്ലതി, ഒരു ഘടന. യുഫീദു, അത് നൽകുന്നു. ഫായിദത്തൻ താമത്തൻ, പൂർണ്ണമായ വാക്യം, പൂർണ്ണമായ അർത്ഥം. പൂർണ്ണമായ അർത്ഥം നൽകുന്ന വാക്യത്തിനാണ് എന്ത് പറയുക, ജുംലത്തു മുഫീദ എന്ന് പറയാം. അപ്പോൾ നമ്മളിനി രണ്ടാമതായി പഠിക്കുന്നത് മാഹിയ അജ്സാഉൽ ജുംല, വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. ഒരു വാക്യത്തിൻ്റെ പാർട്ടുകൾ, ഭാഗങ്ങൾ ഏതൊക്കെ. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞു, അതിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ടാവും. അജ്സാഉൽ ജുംലത്തി, ഒരു വാക്യത്തിൻ്റെ ജുസ്ഉകൾ എത്രണ്ണാണ്, സലാസത്തുൻ, 3 എണ്ണമാണ്. ഒന്ന് അൽ ഇസ്മു, പേര്. ഇപ്പോൾ നമ്മൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സ്കൂൾ എന്നുള്ളതൊരു പേരാണ്. ഞാൻ എന്നുള്ളത് തന്നെ ഒരു ഇസ്മാണ് അല്ലേ, ഒരു പ്രോനൗണാണ്. ഇപ്പം നൗണാണ് അതൊക്കെ. അതുപോലെ പോകുന്നു എന്നുള്ളത് ഫീലാണ്. സ്കൂളിലേക്ക് പറയുമ്പോൾ ലേക്ക് എന്നുള്ളത് എന്താ, അത് ഹർഫാണ്. അപ്പോൾ എന്താണ് ഒരു അജ്സാ ഉൽ ജുംലത്തി, ഒരു വാക്യത്തിൻ്റെ ഘടകങ്ങൾ സലാസത്തുൻ, 3 എണ്ണം ഉണ്ട്. ഒന്ന് അൽ ഇസ്മു, ഒന്ന് പേരാണ്. പേര് എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ലിൻ, ഈച്ച് ആൻഡ് എവ്രി വേർഡ്, ഓരോ വാക്കും. യുസമ്മ ബി ഹിൻസാനുൻ, മനുഷ്യനെ വിളിക്കുന്ന. ഔ ഹയവാൻ, മൃഗത്തെ വിളിക്കുന്ന. ഔ ജമാദുൻ, അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളെ വിളിക്കുന്ന. ഔ നബാത്തുൻ, അല്ലെങ്കിൽ സസ്യങ്ങളെ വിളിക്കുന്ന. ഔ ഐഷേഖ് നാഹർ, മറ്റേത് വസ്തു ആവട്ടെ, വസ്തുക്കളുടെ പേരിനാണ് എന്ത് പറയുക, ഇസ്മ പറയുക. അപ്പോൾ എന്താ ഫീല് പറഞ്ഞാലോ, രണ്ടാമത്തെ ഭാഗമാണ് ഫീല്. ഫീൽ എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ദിൻ, എല്ലാ വാക്കുകളും. യദുല്ലു അലാ ഹുസൂലി അമനിൻ, ഒരു പ്രവൃത്തി ഉണ്ടായി. ഫി സമനിൻ ഖാസിൻ, പ്രത്യേക കാലത്ത്. കാലത്തിൻ്റെ മേൽ അറിയിക്കണതിനാണ് വെർബ്, ക്രിയ, ഫീല് എന്ന് പറയാം. ഇപ്പോൾ പോകും എന്ന് പറഞ്ഞാൽ നാളെ പോകുന്നതാണ്. പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. പോയി എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നാണ്. അപ്പോൾ ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കണതിനാണ് നമ്മൾ എന്ത് പറയുക, ഫിഇൽ എന്ന് പറയാം. അതുപോലെ ഒരു വാക്യത്തിൻ്റെ ഭാഗമാണ്, മൂന്നാമത്തെ ഭാഗമാണ് അൽ ഹർഫു, പ്രിപ്പൊസിഷൻ. സ്വന്തം അർത്ഥമല്ല, മറ്റൊന്നിൻ്റെ കൂടെ വരുന്നത്. നമ്മളെ അർത്ഥമുള്ളൂ. ലേക്ക് പറഞ്ഞു, അതിനർത്ഥമല്ല. സ്കൂളിലേക്ക്, ഹോസ്പിറ്റലിലേക്ക്, അത് ഹർഫാണ് അല്ലേ. ഇപ്പോൾ കുല്ലു ലഫ്ലിൻ, ഒരു വാക്ക്. ലാ യൽഹറു മാനാഹു, അതിൻ്റെ അർത്ഥം വ്യക്തമാവൂല. ഇല്ലാ മഗൈരിഹി, മറ്റൊന്നിൻ്റെ കൂടെ വരുമ്പോഴല്ലാതെ അർത്ഥം വ്യക്തമാകാത്തത്, അതിനാണ് എന്ത് പറയുക, ഹർഫ്. ഇപ്പോൾ ഉദാഹരണം, ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. മിനൽ മദ്രസ, മദ്രസയിൽ നിന്ന്. ഇതൊക്കെ ഹർഫാണ്. സ്വയർത്ഥമല്ല, മറ്റൊന്നിൻ്റെ കൂടെ വരുമ്പോഴാണ് എന്തുണ്ടാവുക, അർത്ഥം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്നത് മാലിയായ ഫീല്, സിമ്പിൾ പാസ്റ്റ്. എന്താ മാലിയായ ഫീല് പറഞ്ഞാൽ, ഇന്നലെ ചെയ്ത കാര്യത്തിനാ മാലി എന്ന് പറയാം. പോയി, വന്നു, ഇരുന്നു, പഠിച്ചു. ദഹബ, അലിമ, ഖറഅ, ജലസ, നസ്വറ, ഇന്നലെ ചെയ്ത കാര്യങ്ങൾ. അൽ ഫീലുൽ മാലി മാഹുവ, എന്താ മാലിയായ ഫീൽ എന്ന് പറഞ്ഞാൽ, കുല്ലു ഫീലിൻ, എല്ലാ ഫീലും. യദുല്ലു അലാ ഹുസൂലി അമലിൻ, ഒരു പ്രവൃത്തി ഉണ്ടായി. ഫി സമനിൽ മാലി, കഴിഞ്ഞ കാലത്ത്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് പ്രവൃത്തി ഉണ്ടായി എന്ന് അറിയിക്കണതിനാണ് എന്ത് പറയുക, ഫീലുൽ മാലി എന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് മുലാരിയായ ഫീല്. മുലാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ പോകും, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ മുലാരിയായ ഫീൽ എന്ന് പറയും. എന്നാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫ്യൂച്ചറിന് പറയും, പ്രസൻറ്റ് കണ്ടിന്യൂസിനും പറയും. അപ്പോൾ അൽ ഫീലുൽ മുലാരി, മുലാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ, കുല്ലു ഫീലിൻ, എല്ലാ ഫീലും. യദുല്ലു അലാ ഹുസൂലി അമലിൻ, ഒരു പ്രവൃത്തി ഉണ്ടായി. ഫി സമനിൽ ഹാദിരി, വർത്തമാനകാലത്ത്, ഇപ്പോൾ ഒരു പ്രവൃത്തി ഉണ്ടാകാറ്. എങ്ങനെ, പോയിക്കൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. യതഅല്ലമു, യജ്ലിസു. അവിൽ മുസ്തഖ്ബിൽ, അല്ലെ ഭാവിയിൽ. യദ്ഹബു, യഖ്റഉ, അതൊക്കെ മുലാരിയായ ഫീലാണ്. ഇനി നമ്മൾ പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം, മാഹുവ ഹർഫുൽ മുലാറഅ, മുലാരിൻ്റെ ഹർഫുകൾ. മുലാരിയ എന്ന് അറിയിക്കുന്ന ഹർഫുകൾ ഏതൊക്കെ. ഒന്ന് അൽ ഹംസ, അദ്ഹബു, ഞാൻ പോകും, ഹംസ. 2 അന്നൂനു, നൂന്. നൂന് പറഞ്ഞാൽ നദ്ഹബു, ഞങ്ങൾ പോകും. പിന്നെ യാ എന്ന് പറഞ്ഞാൽ യദ്ഹബു,
അവൻ പോകും. അതുപോലെ താഉ മുലാറത്തിൻ്റെ അർഫാണ്. താ പറഞ്ഞാൽ അവൾ, തദ്ഹബു അവൾ പോകും. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് അമ്രുഫീൽ. അമ്രുഫീൽ നമുക്കറിയാം, പോകൂ, വരൂ, പഠിക്കൂ, ഇരിക്കൂ, കൽപ്പിക്കുക, കമാൻഡിങ് വെർബ് എന്ന് പറയും. മാഹുവ ഫീലുൽ അമ്രി, എന്താ അമ്രു ഫീൽ എന്ന് പറഞ്ഞാൽ കൊല്ലു ഫീലിൻ എല്ലാ ഫീലും യുത്ലബു ബിഹി നമ്മൾ തേടും, നമ്മൾ കമാൻഡ് ചെയ്യും, ഹുസൂല ഷെയ് ഒരു കാര്യം നടത്താൻ, ഫിസമിൽ മുസ്തഖ്ബിൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ ഒരു കുട്ടിയോട് പറയാണ് നാളെ നീ ഹോംവർക്ക് ചെയ്യ്. അപ്പോൾ ഭാവിയിൽ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി കൽപ്പിക്കണീനാണ്, കൽപ്പിക്കണ ഫീലാണ് യുത്തുലബു, കൽപ്പിക്കണ ഫീലിനാണ് എന്ത് പറയുക, ഫീലുൽ അംർ എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഇദ്ഹബ് നീ പോ, ഇജ്ലിസ് നീ ഇരിക്ക്, ഇഖ്റ നീ വായിക്ക്, ഒക്കെ കൽപ്പനയാണ്. കൽപ്പന പറഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി തേടുക, അതിനാണ് പറയാം. ഇനി നമ്മൾ പഠിക്കുന്നത് അൽ ഫായിലു മാഹുവ, എന്താ ഫായിൽ എന്ന് പറഞ്ഞാൽ. ഫായിൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ, പ്രവൃത്തി ചെയ്തവൻ. ഉദാഹരണം ബദറുന്നീസ വന്നു, അപ്പോൾ വരിക എന്നുള്ള പ്രവൃത്തി ആരാ ചെയ്ത്, ബദറുന്നീസയാണ്. അതുപോലെ ബഹ്റ ഓടി, ആ ഓടുക എന്നുള്ള പ്രവൃത്തി ആരാ ചെയ്ത്, ബഹ്റയാണ്. പ്രവൃത്തി ചെയ്ത ആൾക്കാണ് നമ്മൾ എന്ത് പറയാ, ഫായിൽ എന്ന് പറയാം. അപ്പോൾ ഇസ്മുൻ മർഫൂഉൻ, മർഫൂ ആയ ഫീലാണ്, എപ്പോഴും ലമ്മായിരിക്കും അതിന്. തഖദ്ദമു ഫീലുൻ, ഫീൽ അതിൻ്റെ മുമ്പ് വന്നു. ഉദാഹരണം ജാ അ ബദറുന്നീസ, ജാ അ ബദറുൻ ബദർ വന്നു. അപ്പോൾ അവിടെ ബദർ എന്നുള്ള ഫായിലാണ്, ഫീല് മുൻവദല്ലല്ലദി ഫായിൽ ഫീല, പ്രവൃത്തി ചെയ്തതിൻ്റെ മേലെ അറിയിക്കും ചെയ്തു. അപ്പോൾ പ്രവൃത്തി ചെയ്ത ആൾക്കാണ് എന്ത് പറയുക, ഫായിൽ എന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കുന്നത് മഫ്ഊലാണ്. മഫ്ഊൽ പറഞ്ഞാൽ എന്താ അറിയോ, പ്രവൃത്തി ഏറ്റ ആൾ. ഇപ്പോൾ മുഹമ്മദ് അമ്രിനെ അടിച്ചു, മുഹമ്മദാണ് പ്രവൃത്തി ചെയ്തത്, പ്രവൃത്തിൻ്റെ ഫലം ആർക്കാ കിട്ടി, അടി കിട്ടിയത് ആർക്ക്, അമ്രിനാണ്. അപ്പോൾ പ്രവൃത്തിയുടെ ഫലം ആർക്കാ ഏറ്റത്, അതിനാണ് മഫ്ഊൽ എന്ന് പറയാം. ഈ മഫ്ഊൽ എപ്പോഴും നസ്ബായിരിക്കും അഥവാ ഫത്തഹായിരിക്കും. ഉദാഹരണം നോക്കൂ, അൽ മഫ്ഊൽ മാഹുവ, എന്താ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇസ്മുൻ മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ്. വഖ അലൈഹി ഫീലുൽ ഫായിലി, ഫായിലിൻ്റെ പ്രവൃത്തി അനുഭവിച്ച ആൾ. ഉദാഹരണം ലറബ മുഹമ്മദ്, മുഹമ്മദ് അടിച്ചു, അമ്രൻ അമ്രിനെ. അല്ലെ ഷെരിബ മുഹമ്മദ്, മുഹമ്മദ് കുടിച്ചു. എന്തിനെ, അഷായ ചായ. അപ്പം ചായയാണ് അവിടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ആൾ, അതിനാണ് എന്ത് പറയുക, മഫ്ഊൽ എന്ന് പറയുക. ഇനി നമ്മൾ പഠിക്കുന്നത് മുബ്തദ ആണ്. മുബ്തദ പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു ഇസ്മ കൊണ്ട് തുടങ്ങിയ ഒരു വാക്യം, പേര് കൊണ്ടാണ് ഒരു സെൻറ്റൻസ് തുടങ്ങിയത്. അപ്പോൾ അള്ളാഹു ഗഫൂറുൻ, അള്ളാഹ് എന്നുള്ളത് ഒരു പേരാണ്. അള്ളാഹു ഗഫൂറുൻ, അള്ളാഹു പുറത്തു തരുന്ന ആളാണ്. അപ്പോൾ അള്ളാഹു എന്നുള്ളത് എന്താണ്, തുടങ്ങിയതാണ്. ഇസ്മോണ്ട് തുടങ്ങണീനാണ് ഇത് പറയാം, ഇസ്മിനാണ് മുബ്തദ എന്ന് പറയാം. അൽ മുബ്തദ, എന്താ മുബ്തദ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മർഫൂൻ, റഫ് ചെയ്തൊരു ഇസ്മാണ്. ഫി അവ്വലിൽ ജുംല, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്, ഒരു വാക്യത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ഇസ്മിനാണ് എന്ത് പറയുക, മുബ്തദ എന്ന് പറയാം. അപ്പോൾ ഖബർ പറഞ്ഞാലോ, മുബ്തദയിന് ശേഷം വരുന്ന ഇസ്മ. അൽ ഖബറു മാഹുവ, എന്താ ഖബർ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മർഫൂൻ, റഫ് ആയ ഇസ്മായിരിക്കും. റഫ ഇസ്മന ലമ്മുള്ള ഇസ്മായിരിക്കും. യുക്കവ്വിനു മഅദൽ മുബ്തദൈ, മുബ്തദയിന് ശേഷം ഉണ്ടാക്കുന്ന ജുംലത്തൻ മുഫീദ. മുബ്തദയിന് ശേഷം നമുക്കൊരു പൂർണ്ണവാക്യം തരുന്നത് ആരറിയോ, മുബ്തദിൻ്റെ ശേഷം തന്നെ ഖബറാണ്. അപ്പോൾ അള്ളാഹ് എന്നുള്ളതൊരു ഇസ്മാണ്, അത് മുബ്തദാണ്. അതിൻ്റെ ശേഷം തന്നെ ഗഫൂർ എന്നുള്ളതാണ് നമുക്കൊരു പൂർണ്ണവാക്യം തരുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് പറഞ്ഞത്, ഖബർ എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്നത് 11ാമത്തെ ക്വസ്റ്റ്യനാണ്. അൽ ജുംലത്തുൽ ഇസ്മിയത്തു മാഹിയ, എന്താണ് ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ, കുല്ലു ജുംലത്തിൻ, എല്ലാ ജുംലയും, തത്തറക്കബു ഉണ്ടാക്കുന്ന, മുബ്തദിൻ വ ഖബറിൻ, മുബ്തദവും ഖബറുള്ള ജുംലക്കാണ് എന്ത് പറയുക, ഇസ്മിയായ ജുംല. അഥവാ രണ്ട് ഇസ്മുകൾ ഉണ്ടാവും. അപ്പോൾ അള്ളാഹു ഗഫൂറുൻ, അള്ളാഹു ഗഫൂറാണ് പറഞ്ഞാൽ അത് ഒരു ഇസ്മിയായ ജുംലയാണ്, ഇസ്മോട് തുടങ്ങുന്ന ജുംല തന്നെയാണ്. അപ്പോൾ 12ാമത്തെ ചോദ്യം, എന്താ ഫീലിയായ ജുംല പറഞ്ഞാൽ, അൽ ജുംലത്തുൽ ഫീലിയത്തുമായി, എന്താ ഫീലിയായ ജുംല പറഞ്ഞാൽ കുല്ലു ജുംലത്തിൻ, എല്ലാ ജുംലയും തത്തറക്കബു ഉണ്ടാക്കുന്ന, മിൻ ഫിഇലിൻ വ ഫായിലിൻ, ഫീലും ഫായിലും. അപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഫീലുകൊണ്ട് തുടങ്ങിയ ജുംല ഫീലിയായ ജുംലയാണ്. ഉദാഹരണം ജാ അ മുഹമ്മദുൻ, മുഹമ്മദ് വന്നു. ജാ എന്നുള്ളതൊരു ഫീലല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ജുംലത്തുൽ ഫീലിയ എന്നാൽ ഫീലും ഫായിലും കൂടിയ ജുംലക്കാണ് എന്ത് പറയുക,
ഫീലിയായ ജുംല എന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കുന്നത് മുലാരിയായ ഫീലുണ്ട്, അതിന് ഫത്തഹിയ നസ്ബി ചെയ്യണത് എപ്പോഴാണ്? ഒരു മുലാരിയായ ഫീലിന് ഉദാഹരണം എന്താ? എഫ് അലു, യജ്ലിസു, യഖ്റഉ. അതിനെ എഫ് അല, യജ്ലിസ, യനാമ അങ്ങനെ ഫത്തഹിയ എപ്പോഴാണ്? മത്താ യുൻസബുൽ ഫീൽ മുലാരിയു, മുലാരിയായ ഫീലിന് എപ്പോഴാണ് നസ്ബിയ? ഇദാ സബഖഹു, അതിന് മുന്നിൽ വന്നാലാണ്. അഹദുൻ നവാസിബി, നസ്ബിയൻ അക്ഷരങ്ങൾ. ഈ നസ്ബിയൻ അക്ഷരങ്ങൾ ഏതൊക്കെ? ഒന്ന് അൻ, അൻ ആകാൻ. അർജു, ഞാൻ ആഗ്രഹിക്കുന്നു. അൻ യഅ്തദില, നേരെയാകാൻ. അൽ ജവ്വു, ക്ലൈമറ്റ് ഒന്ന് ശാന്തമാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ അൻ എന്നുള്ളത് വന്നപ്പോഴാണ് മുലാരിയായ ഫീലായ യഅ്തദില എന്ന് പറഞ്ഞത്. അതുപോലെ ലെൻ, ലെൻ എന്നുള്ളതും നസ്ബിയന അക്ഷരമാണ്. ലെൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഒരിക്കലും ഇല്ല എന്നാണ്. ലെൻ അക്ദിബ എന്നാ പറയാം. ലെന്ന് വന്നാൽ നസ്ബിയാണ്. ഒരിക്കലും ഞാൻ കറവ് പറയില്ല. ഐ നെവർ ടെൽ എ ലൈ, ഞാൻ ഒരിക്കലും നുണ പറയില്ല. അതുപോലെ ഇതൻ, എന്നാൽ. ഇതൻ യഫ്സുദൽ ഹവാഉ, അങ്ങനെയാണെങ്കിൽ വായു ചീത്തയാകും. ഇതൻ. അതുപോലെ കൈ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അറബിയിൽ കൈ എന്ന് പറഞ്ഞ വാക്കുണ്ട്. എന്താ കൈ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? വേണ്ടി എന്നാണ്. കൈ അഹ്ദുമൽ വത്തന, രാജ്യത്തെ സേവിക്കാൻ വേണ്ടി. അവിടെ അഹ്ദു മാ എന്നുണ്ടല്ലേ, മാ. ആ മാ നസ്ബി എന്താ? ഇത് നസ്ബിയാണ് അക്ഷരമാണ്. നസ്ബിയാണ് ഫത്തഹിയാണ് അക്ഷരമാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ജസ്മിൻ്റെ അക്ഷരം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. മത്താ യുജ്സമുൽ ഫീലുൽ മുലാരിയോ, മുലാരിയായ ഫീലിന് എപ്പോഴാണ് ജസ്മ് ചെയ്യുക? ജസ്മി പറഞ്ഞാൽ സുക്കൂൻ ചെയ്യുക കേട്ടോ. സുക്കൂനി തന്നെ. ഉദാഹരണമായിട്ട് ലം യജ്ലിസ്, ലമ്മിൻ്റെ അർത്ഥം എന്താ? ആയിട്ടില്ല എന്നാണ്. ലം യജ്ലിസ്, അവൻ ഇരുന്നിട്ടില്ല. അതുപോലെ രണ്ടാമത്തെ ജസ്മിൻ്റെ അക്ഷരമാണ് ലാ. ലാ എന്ന് പറഞ്ഞാൽ ഡോണ്ട്, അരുത്. ലാ തഅ്കുൽ, നീ തിന്നരുത്. ഇപ്പം ലാ എന്നുള്ളത് ജസ്മിൻ്റെ അക്ഷര. അതുപോലെ ഇൻ, ഇൻ എന്ന് പറഞ്ഞാൽ ആയാൽ. ഇൻ എന്നുള്ളൊരു സംഭവം മുലാരിയായ ഫീലിൻ്റെ മുന്നിൽ വന്ന ജസ്മിയാണ്. ജസ്മിയാണ് എന്ന് പറഞ്ഞാൽ സുക്കൂൻ ചെയ്യണം. ഇൻ തളിരിബ്, നീ അടിച്ചാൽ. തന്തം, നീ ഖേദിക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. മുലാരിയായ ഫീൽ ഇപ്പം നസ്ബി ചെയ്യണതും ജസ്മി ചെയ്യണതും ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി മുലാരിയായ ഫീൽ എപ്പോഴാണ് ലമ്മീത് വരിക? ഉദാഹരണം എഫ് അലു, യജ്ലിസു. ഈ നസ്ബും ജസ്മും ഒന്നും വന്നിട്ടില്ലേ, പിന്നെ എന്താ ചെയ്യേണ്ടത്? റഫ് ചെയ്യേണ്ടത്. മത്തായി ഉർഫോൽ ഫീൽ മുലാരിയോ, മുലാരിയായ ഫീലിന് എപ്പോഴാണ് റഫ് ചെയ്യുക? റഫ് ചെയ്യാന ലമ്മിയ. ഇദാലം തസ്ബിഖുഹു, മുന്നിൽ വന്നിട്ടില്ലെങ്കിൽ. ആര് വന്ന് മുന്നിൽ വന്നിട്ടില്ലെങ്കിൽ? നസ്ബിൻ്റെ അക്ഷരമോ ജസ്മിൻ്റെ അക്ഷരമോ? ഇപ്പം നസ്ബിൻ്റെ അക്ഷരവും ജസ്മിൻ്റെ അക്ഷരവും വന്നിട്ടില്ലെങ്കിലാണ് മുലാരിയായ ഫീലിന് റഫ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാന വഅഖവാത്തുഹ, 15 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. കാന അഖവാത്ത് എഴുതാൻ. കാന എന്ന് പറഞ്ഞാൽ കാന മുബ്തദയിൻ്റെ മുമ്പാണ് വരിക. കാനൻ്റെ അടുത്ത് വരുന്ന മുബ്തദയിന് റഫ് ചെയ്യും. അതിൻ്റെ ശേഷം വരുന്ന ആൾക്ക് എന്ത്, അഥവാ ഖബറിന് നസ്ബുൻ ചെയ്യും. അതാണ് കാനൻ്റെ അമൽ. അപ്പോൾ കാന എന്നുള്ളത് എന്താ ചെയ്യുക? യർഫഉൽ മുബ്തദഅ വയൻസിബുൽ ഖബറ, അതാണ് കാനൻ്റെ അമൽ. മുബ്തദയിന് റഫുൻ ചെയ്യും, അതിൻ്റെ ശേഷം വരുന്ന ഖബറിന് നസ്ബുൻ ചെയ്യും. അപ്പോൾ കാന അഖ്വാത്ത് പരീക്ഷയ്ക്ക് കാനൻ്റെ അർത്ഥം എന്താ? ആയി എന്നാണ്. അപ്പോൾ അത് ഫുൾ ഉദാഹരണം നമ്മൾ പഠിക്കണം. കാനൻ്റെ അമൽ പഠിക്കണം. എങ്ങനെ കാനൻ്റെ അമൽ പഠിക്കുക? കാന യദ്ഖുലു അലൽ മുബ്തദൈ, കാന മുബ്തദയിൻ്റെ മേൽ പ്രവേശിക്കും. വയർഫഉൽ മുബ്തദഅ വയൻസിബുൽ ഖബറ, ഖബറിൻ്റെ മേൽ നസ്ബുൻ ചെയ്യും. ഉദാഹരണം കാന സിഹാമു, കാന സിഹാമു തിരക്ക് ആയിരുന്നു, ഷദീദൻ ശക്തിയുള്ളതായിരുന്നു. സ്വാറ സൗബു, സ്വാറ എന്നാണ് ആയിത്തീർന്നു എന്നാണ്. സ്വാറ സൗബു വസ്ത്രം ആയിത്തീർന്നു, കസീറൻ ഷോർട്ടായി മാറി. 3 ലൈസ അല്ല, ലൈസൽ ഖാദിമു സേവകൻ അല്ല, കവിയൻ ശക്തിയുള്ളവനല്ല. അസ്ബഹ ആയി, അന്നഹിമു ഷാപ്പാട്ട് രാമൻ മരീലൻ രോഗിയായി. അംസ ആയി, അൽ ആമിലു ജോലിക്കാരൻ മുത്തഇബൻ ക്ഷീണിതനായി. ബാത്ത ആയി, അൽ മരീലു രോഗി മുത്തഅല്ലിമൻ വേദനിക്കുന്നവനായി മാറി. തദ്ഖുലു കാന, കാന പ്രവേശിക്കുക അലൽ മുബ്തദ, മുബ്തദയിൻ്റെ മേലിലാണ്. കാരണം ഇസ്മിൻ്റെ മുന്നിലാണ് കാന വരിക. വ തർഫഉഹ, എന്നിട്ട് ആ മുബ്തദയിന് റഫ് ചെയ്യും. ആദ്യത്തെ ഇസ്മിന് റഫ് ചെയ്യും, ലമ്മിയും. അതിനാണ് യുസമ്മ ഇസ്മഹ, കാനൻ്റെ ഇസ്മ അറിയും. വ തദ്ഖുലു പ്രവേശിക്കും,
അലൽ ഖബരി ഖബറിൻ്റെ മേലും പ്രവേശിക്കും. ഫതൻസിബു ഇങ്ങടതിനെ നസ്ബിയും യുസമ്മ ഖബറഹ ഖാനൻ്റെ ഖബർ എന്ന് പറയും ചെയ്യും. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ന വഹവാത്തുഹമായി, അതിപ്പോൾ 15 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇന്ന അഹവാത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് ഇന്നല്ലാഹ ഗഫൂറുൻ, ഇന്നൻ്റെ അടുത്ത് വരുന്ന ഇസ്മിന് നസ്ബിയും ഫതഹിയും, രണ്ടാമത് വരുന്നതിന് ഖബർ അതിന് എന്ത് ചെയ്യും? നസ്ബും ചെയ്യും. അപ്പോൾ ഇന്നൻ്റെ തൊട്ടടുത്ത് വരുന്ന ഇസ്മിന് എന്താ ചെയ്യുക? ഫതഹിയും. അപ്പോൾ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഗഫൂറുൻ പൊറുക്കപ്പെടുന്നവനാണ്, പുറത്തു തരുന്നവനാണ്. അപ്പോൾ ഇന്നൻ്റെ തൊട്ടടുത്തുള്ള ആൾക്ക് നസ്ബ ചെയ്യുക, ഫതഹ ചെയ്യുക, രണ്ടാമത്തേനോ റഫാണ് അഥവാ ലമ്മാണ് ചെയ്യുക. അതാണ് ഇന്നൻ്റെ അമലി അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന അഹ്വാത്ത് വിശദീകരിക്കാൻ പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ ഒന്ന് ഇന്ന എന്നാൽ തീർച്ചയായും എന്നാണ്. ഉദാഹരണം ഇന്നൽ ജമല, തീർച്ചയായും ഒട്ടകം, സ്വബൂറുൻ ക്ഷമയുള്ള ജീവിയാണ്. അപ്പോൾ ഇന്നൻ്റെ തൊട്ടടുത്ത് വന്നതിന് നസ്ബ് ചെയ്യണം, അതിൻ്റെ അപ്പുറത്തുള്ളതിന് റഫ് ചെയ്യണം. അതുപോലെ ഇന്നൻ്റെ മറ്റൊരു ഫ്രണ്ടാണ് കഅന്ന. കഅന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? ആയതുപോലെയുണ്ട് എന്നാണ്. കഅന്നൻ്റെ അർത്ഥം എന്താ? ആയതുപോലുണ്ട്. കഅന്നൽ കിതാബ പുസ്തകമായതുപോലെയുണ്ട്, ഉസ്താദിന് ഉസ്താദിനെ ആയ പോലെ ഉണ്ട്. ഇനി ഇന്നൻ്റെ മറ്റൊരു ഫ്രണ്ടാണ് ലാക്കിന്ന ഫ്രണ്ട്. ലാക്കിന്നൻ്റെ അർത്ഥം എന്താ? പക്ഷേ എന്നാണ്. ലാക്കിന്നൽ ഖസാഇ റാ, ഇന്നൻ്റെ അടുത്തുള്ളതിന് നസ്ബ ചെയ്യുക, പക്ഷേ നഷ്ടം കലീലത്തുൻ കുറഞ്ഞതാണ്. അതുപോലെ കാന ഇന്നൻ്റെ മറ്റൊരു ഫ്രണ്ടാണ് ലൈത്ത. ലൈത്തൻ്റെ അർത്ഥം എന്താ അറിയോ? ആയിരുന്നെങ്കിൽ. ലൈത്ത ഷബാബ, യൗവനമായിരുന്നുവെങ്കിൽ, ആയിദുൻ മടങ്ങി വന്നെങ്കിൽ. അപ്പം ലൈത്തൻ്റെ തൊട്ടടുത്തുള്ള ഇസ്മിന് ഷബാബ അല്ല പറഞ്ഞ പിന്നെ ഖബറിന് റഫ്ഉ ചെയ്തു. അതുപോലെ ലഅല്ല ആയേക്കാം, ലഅല്ല സായിറ വിസിറ്റർ ആയേക്കാം, സന്ദർശകനായേക്കാം, ആയിദുൻ മടങ്ങിയവനായേക്കാം. അപ്പോൾ നമുക്ക് ഇന്നൻ്റെ അമല് ചോദിക്കുകയാണെങ്കിൽ മാതാ അമലു ഇന്ന, ഇന്നൻ്റെ അമലെന്താ? തൻസിബുൽ ഇസ്മ, തൊട്ടടുത്ത് വരുന്ന ഇസ്മിന് നസ്ബിയും, വതർഫുൽ ഖബറ ഖബറിന് റഫ്ഉൻ ചെയ്യും. ഉദാഹരണം ചോദിച്ചാൽ ഇന്നല്ലാഹ ഗഫൂറുൻ, ഓക്കെ ഇത് വെക്കാം.